ഹായ് ഓൾ, വെൽക്കം ടു സഫയർ ഫ്യൂച്ചർ അക്കാദമി ബോർഡ് ബൂസ്റ്റർ സീരീസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രാവിറ്റേഷന്റെ സെക്കൻഡ് പാർട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. സോ നമുക്ക് ഇന്ന് ഗ്രാവിറ്റേഷന്റെ തേർഡ് പാർട്ട് ആണ്. കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാണ്ട് നോക്കാറുണ്ട്. അതിൽ ഫസ്റ്റ് സെക്ഷൻ ആയിട്ട് വരുന്നത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആണ്. ദെൻ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇന്റൻസിറ്റി, ദെൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, അങ്ങനെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഡെഫിനിഷൻ വളരെ വൃത്തിക്ക് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമുക്ക് അതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആവുള്ളൂ കേട്ടോ. അപ്പൊ നോക്കിക്കോളൂ. ഓക്കെ, അതിന്റെ ഫസ്റ്റ് ടോപ്പിക് ആണ് എന്ത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ. എന്താണ് ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറഞ്ഞാല്? ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒരു മെറ്റീരിയൽ ബോഡി ഉണ്ട് അല്ലെ, ഒരു മെറ്റീരിയൽ ബോഡി ഉണ്ട്. സോ അതിന് ചുറ്റും അതിന്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന റീജിയൻ അല്ലെ, ഇതൊരു മെറ്റീരിയൽ ബോഡിയാന്ന് വിചാരിച്ചോ. അതിന് ചുറ്റും അതിന്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ റീജിയനെ വിളിക്കുന്ന പേരാണ് എന്ത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന്. അല്ലെ, എന്താണ് ദ സ്പേസ് സറൗണ്ടിങ് എ മെറ്റീരിയൽ ബോഡി ഇൻ വിച്ച് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ്. അല്ലെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു റീജിയനെ വിളിക്കുന്ന പേരാണ് എന്ത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് വിളിക്കും. അല്ലെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കണം. അല്ലെ, സ്ട്രെങ്ത് നമ്മൾ പല രീതിയിലാണ്. ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി വെച്ച് പറയാറുണ്ട്, അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് സ്ട്രെങ്ത് പറയാറുണ്ട്. പക്ഷേ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ വെച്ച് പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ വെച്ച് പഠിക്കുന്നതായിരിക്കും ഏറ്റവും സുഖം. കാരണം എന്താ, അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. സോ നിങ്ങൾക്ക് കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആയിരിക്കും. നിങ്ങൾ ഡയറക്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് നിങ്ങൾ ഇന്റൻസിറ്റി ആണ് ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇന്റൻസിറ്റി ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡയറക്ഷൻ കണ്ടുപിടിക്കേണ്ടതുണ്ട്. സോ നമുക്ക് നോക്കാം എന്താണ് ഗ്രാവിറ്റേഷൻ ഇന്റൻസിറ്റി, അതുപോലെ തന്നെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇന്റൻസിറ്റി, അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. നോക്കിക്കോ. സോ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി അല്ലെ, ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് നമ്മൾ ക്യാപിറ്റൽ ഐ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യാറ്. ആ ഡെഫിനിഷൻ നോക്കിക്കോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ്. എന്താണ് the intensity of gravitational field of a material body at any point, adana valare important, at any point is the force experienced by a unit mass placed at that point. അല്ലെ, മനസ്സിലായോ എന്തെങ്കിലും? നോക്കിക്കോ, വളരെ സിമ്പിൾ ആണ്. ഒരു മെറ്റീരിയൽ ബോഡി ഉണ്ടെന്ന് വിചാരിക്കുക അല്ലെ, ഇതൊരു മെറ്റീരിയൽ ബോഡിയാണ്. ആ ബോഡിയിൽ എന്താണ് നമ്മൾ ക്യാപിറ്റൽ എം വെച്ചിട്ടാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ എം വെച്ചിട്ട് ഈ മെറ്റീരിയൽ ബോഡി റെപ്രസെന്റ് ചെയ്യുന്നത്. എനിക്ക് എന്ത് കണ്ടുപിടിക്കണം, നിങ്ങൾക്കറിയാം ഈ മെറ്റീരിയൽ ബോഡിക്ക് ചുറ്റും അതിന്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന റീജിയൻ ഉണ്ടാവും. ആ റീജിയന്റെ പേരെന്താ, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്നാണ്. അല്ലെ, അങ്ങനെയാണെങ്കിൽ ഈ മെറ്റീരിയൽ ബോഡിയിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലെയുള്ള അല്ലെങ്കിൽ ആർ ഡിസ്റ്റൻസ് അപ്പുറത്തുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ഈ പോയിന്റ് പി എന്ന് വിചാരിക്കുക. അല്ലെ, ഈ പോയിന്റ് പി ആന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് പിയിൽ എന്ത് കണ്ടുപിടിക്കണം, സ്ട്രെങ്ത് കണ്ടുപിടിക്കണം, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം. സോ എങ്ങനെയാ കിട്ടുക, ഐ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി ഐ ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കുക? അതിന് വളരെ സിമ്പിൾ ആയിട്ട് ടെക്നിക്ക് ഉണ്ട്. എന്താണ്, ഒരു യൂണിറ്റ് മാസിനെ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് മാസിനെ എന്ത് ചെയ്യുക, ഇതിന്റെ ഈ പോയിന്റ് കൊണ്ടുവെക്കുക. ആ യൂണിറ്റ് മാസിന് ഈ പോയിന്റ് കൊണ്ടുവച്ച് എന്താ സംഭവിക്കുക, ഈ ഒരു മാസ് അതിന്റെ മേലെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആണല്ലോ ഒരു യൂണിറ്റ് മാസ്. വാട്ട് ഈസ് യൂണിറ്റ് മാസ്? മാസ് 1 കിലോഗ്രാം ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ ബോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് യൂണിറ്റ് മാസ് അല്ലെ. ആ യൂണിറ്റ് മാസിനെ പിടിച്ച് ഇവിടെ കൊണ്ടുവച്ചാൽ, പി എന്ന് പറഞ്ഞ പോയിന്റ് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മേലെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അത് എത്രയാണോ അതിന്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി. അങ്ങനെയാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി ഇക്വേഷൻ എന്തായിരിക്കും, ഫോഴ്സ് പെർ മാസ് ആയിരിക്കും. ഫോഴ്സ് പെർ മാസ് ആയിരിക്കും അല്ലെ. നമ്മളിപ്പോ യൂണിറ്റ് ചാർജിന് ഞാനിപ്പം m0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഫോഴ്സ് എന്താ ഇവിടെ വരിക, ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് F ഈസ് ഈക്വൽ ടു ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. എന്താണ്, G ക്യാപിറ്റൽ M m0 ഡിവൈഡഡ് ബൈ എന്ത് വരും, ഡിസ്റ്റൻസ് എത്രയാണ്, r² ആണ് അല്ലെ. ഇവിടെ ഈ ഒരു മാസിനെ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ് ഞാൻ പറയുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ I ഈക്വൽ ടു എന്ത് പറയാം എനിക്ക്, gm0 ഡിവൈഡഡ് ബൈ r0 ഡിവൈഡഡ് ബൈ എന്തുണ്ട്, മാസ് ഉണ്ട്. ഇത് ഏതാ മാസ്, നമ്മൾ ഏത് മാസിനെയാണോ ആ പോയിന്റിലേക്ക് കൊണ്ടുവരുന്നത് ആ മാസാണിത്. എന്ത് വരുന്നത്, സ്ക്വയർ ആൻഡ് m0 വരും. ഇതിൽ m0 എന്തായി പോവും, കട്ടായി പോവും. അങ്ങനെയാണെങ്കിൽ I ഈക്വൽ ടു എന്താ വരിക, gm ഡിവൈഡഡ് ബൈ r² ആണ്. gm ഡിവൈഡഡ് ബൈ r² ആണ്. ഇതാണ് എന്ത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് അല്ലെ. ഇനി നിങ്ങളോട് ചോദ്യം ചോദിക്കാം, എന്താണ്, ഒരുപാട് മാസുകൾ ഉണ്ട്. ഇപ്പൊ വേറൊരു മാസ് ഇവിടെ ഉണ്ട്. ഇത് m1 ആണ്, ഇത് m2 ആണ്, ഇത് m3 ആണ്, സോറി m3 ആണ്, ദെൻ ഇത് m4 ആണ്. ഇതെല്ലാം കാരണം എന്തുണ്ടാവും, ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ടാവും അല്ലെ. ഇവിടെ ഒരു ഗ്രാവിറ്റേഷൻ, ഇതിനെല്ലാം ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഉണ്ട്. അങ്ങനെയാണ് പി എന്ന് പറഞ്ഞ പോയിന്റ് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും, ഈ എല്ലാ മാസും ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ പി എന്ന പോയിന്റിൽ എന്ത് കണ്ടുപിടിക്കണം,
ടോട്ടൽ ഗ്രാവിറ്റേഷണൽ ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് I is equal to എന്ത് ചെയ്താൽ മതി? ഓരോ ഇൻഡിവിജ്വൽ മാസസിന്റെ, അല്ലെങ്കിൽ ഓരോ മീൻസ് ഇൻഡിവിജ്വൽ മാസ് കാരണം ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ത് ചെയ്താൽ മതി? വെക്ടർ തമ്മിലുള്ള ഫോഴ്സ് എന്ത് ചെയ്യാൻ മതി? ആഡ് ചെയ്താൽ മതി അല്ലെ, അല്ലെങ്കിൽ വെക്ടർ അഡിഷൻ ചെയ്താൽ മതി. എന്ത് വരും? I1 plus I2 plus I3 plus എക്സെട്ര. IN എത്ര എണ്ണം ഉണ്ടോ, ഇപ്പൊ ഒരു n നമ്പർ ഓഫ് എന്താണ് മാസസ് ഉണ്ടെങ്കിൽ എന്ത് വരും? എക്സെട്ര ടു IN വരും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇന്റൻസിറ്റി? വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇന്റൻസിറ്റി? യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് ആണ് അല്ലെ. അപ്പൊ യൂണിറ്റ് എന്താ വരിക? ന്യൂട്ടൺ പെർ കിലോഗ്രാം ആണ്. എന്താണ്? ന്യൂട്ടൺ പെർ കിലോഗ്രാം ആണ്. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. നമ്മൾ ഡയറക്ഷൻ കൺസിഡർ ചെയ്യണം അല്ലെ. ഡയറക്ഷൻ എപ്പോഴും എങ്ങോട്ടാണ് ഉണ്ടാവുക? ഇൻ ടു ദ സെന്ററിലേക്ക് ആയിരിക്കും. എന്താണ്? ഇൻ ടു ദ സെന്റർ ഓഫ് ദി ബോഡിയിലേക്ക് അല്ലെ. എങ്ങോട്ടാണ് എന്ത് ചെയ്യുക? ഫോഴ്സ് ഉണ്ടാവുക ആണല്ലോ. ഓക്കെ, എന്താണ് വരിക നോക്കിയോ? എങ്ങോട്ടാ ഫോഴ്സ് ആക്ട് ചെയ്യുക? ഈ ഡയറക്ഷനിലേക്ക് അല്ലെ, ബോഡിയിലേക്കാണ് എന്ത് ചെയ്യുക? ഫോഴ്സ്. ഇറ്റ്സ് എൻ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ആണല്ലോ. അപ്പൊ ഫോഴ്സ് എങ്ങോട്ടാണ് ഉണ്ടാവുക? ഈ ഡയറക്ഷനിലേക്ക് ആയിരിക്കും എന്തുണ്ടാവുക? ഫോഴ്സ് ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? ഇത് എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് ഇവിടെ നേരെ നിങ്ങൾ ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വെക്ടറിൽ ആഡ് ചെയ്താൽ മതി. ക്ലിയർ ആണോ? അപ്പൊ ഇത് വെച്ച് പ്രോബ്ലം സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഏതാണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആണ് അല്ലെ. ഞാൻ പറഞ്ഞു ഗ്രാവിറ്റേഷൻ സ്ട്രെങ്ത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് പറയാം. ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി വെച്ചിട്ടും, അടുത്തതോ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ വെച്ചിട്ടുമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആണ്. കാരണം എന്താ? ഇറ്റ് ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. നമുക്ക് എന്ത് ചെയ്യുക? കാൽക്കുലേഷൻ ഒക്കെ വളരെ വളരെ സിമ്പിൾ ആയിരിക്കും. കാരണം ഡയറക്ഷൻ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്ഷൻ കൺസിഡർ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കാൽക്കുലേഷൻ കുറച്ച് ഹെവി ആവുക. പക്ഷെ അവിടെ നിങ്ങൾ എന്ത് ചെയ്യില്ല? പൊട്ടൻഷ്യൽ പഠിക്കുമ്പോൾ എന്തില്ല? ഡയറക്ഷൻ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നോക്കാം അടുത്തത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആണ് അല്ലെ. അപ്പൊ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷൻ നോക്കിയോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ്. നമുക്കൊരു ചെറിയൊരു ഡെറിവേഷനും ഇതിനകത്ത് വരുന്നുണ്ട്. നോക്കിയോ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് അല്ലെ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് is the work done to bring a mass from infinity to that point അല്ലെ. അതിനാണ് എന്ത് വിളിക്കുക? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുക. എനിക്കറിയാം നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഫിഗർ വരച്ച് ഡീറ്റെയിൽ ചെയ്യാം. എന്താണ്? ഇതൊരു മെറ്റീരിയൽ ബോഡി എന്ന് വിചാരിക്കാം. ആ മെറ്റീരിയൽ ബോഡിയുടെ മാസ് m ആണ്, സ്മോൾ m ആണ്. ആ മെറ്റീരിയൽ ബോഡിയുടെ മാസ് സ്മോൾ m ആണ് അല്ലെ. അപ്പൊ P എന്ന് പറഞ്ഞ പോയിന്റ്, ഞാൻ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. P എന്ന് പറഞ്ഞ പോയിന്റ് ഈ മെറ്റീരിയൽ ബോഡി ഇത്ര ഡിസ്റ്റൻസ് അകലെയാണ്? R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അകലെയാണ് എന്തുള്ളത്? P എന്ന് പറഞ്ഞ പോയിന്റ് ഉള്ളത്. അങ്ങനെയാണ് എന്താ എനിക്ക് കണ്ടുപിടിക്കേണ്ടത്? P എന്ന പോയിന്റിന്റെ, അല്ലെങ്കിൽ B എന്ന പോയിന്റിലെ എന്താണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനാണ്. ഡ്യൂ ടു ദിസ് മാസ്, ഈ മാസ് കാരണം P എന്ന പോയിന്റിൽ ഉണ്ടാവുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഇൻഫിനിറ്റി. നമുക്ക് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിസ്റ്റൻസ് അപ്പുറം. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇൻഫിനിറ്റി എന്ന് പറയാം കേട്ടോ. എന്ത് ചെയ്യാം? ഞാൻ ഇൻഫിനിറ്റിയിൽ, ഇവിടെ ഇപ്പൊ ഇൻഫിനിറ്റി വിചാരിച്ചോ, ഇൻഫിനിറ്റിയിൽ ഒരു യൂണിറ്റ് മാസ് ഞാൻ കൺസിഡർ ചെയ്തു. എന്താണ്? ഇൻഫിനിറ്റി ഒരു യൂണിറ്റ് മാസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് P ഡ്യൂ ടു ദിസ് മാസ് ഈസ് ദ വർക്ക് ഡൺ അല്ലെ. എന്താണ്? ഒരു വർക്ക് ചെയ്യണം. എന്തിന്? ഈ m0 എന്ന് പറയുന്ന യൂണിറ്റ് മാസിനെ പിടിച്ച് ഈ P എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ടുവെക്കാൻ ഞാൻ എത്ര വർക്ക് ചെയ്യണോ ആ വർക്കാണ് എന്തിന് ഈക്വല്? ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന് ഈക്വല് ആണല്ലോ. അതാണ് ഡെഫിനിഷൻ പറയുന്നത്. എന്താണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് മാസ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. ക്ലിയർ ആണല്ലോ? അതിനാണ് എന്ത് വിളിക്കുക? മീൻസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഡിറൈവ് ചെയ്യണം. സോ ചെറിയൊരു ഡെറിവേഷൻ ഉണ്ട്, നോക്കിക്കോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഈ മാസിനെ ആദ്യം ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരികയാണ്. സോ ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാ? എക്സ് ആണെന്ന് വിചാരിക്കുക. അതായത് ഈ ഒരു മാസ് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? എക്സ് ആണ് അല്ലെ. അപ്പൊ ഞാൻ ഈ മാസിനെ എന്ത് ചെയ്തു? ഇവിടെ കൊണ്ടുവച്ചു. ഈ മാസിനെ ഇവിടെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇങ്ങോട്ടൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും അല്ലെ. ഇങ്ങോട്ട് ഡിസ്പ്ലേസ്മെന്റ്, കാരണം ഇങ്ങോട്ടാണ് അത് മൂവ് ചെയ്യുന്നത് ആണല്ലോ. സോ ഇതിന്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഈ ഡയറക്ഷനിലേക്ക് ആയിരിക്കും അല്ലെ. അതായത് ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാണ്, ഫോഴ്സും എന്താണ്? ഈ ഡയറക്ഷനിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ? ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ നിങ്ങൾ പഠിച്ചു. V ഈക്വൽ ടു എന്താണ്? ദാറ്റ് ഈസ് വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ എന്താണ്? യൂണിറ്റ് മാസ് ആണ്. വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ യൂണിറ്റ് മാസ് ആണ് അല്ലെ. സോ എങ്ങനെയാണ് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക? സോ വർക്കിന്റെ ഇക്വേഷൻ എന്താ? വർക്ക് ഇസ് ഈക്വൽ ടു എന്താണ്? F ഡോട്ട് ds ആണ്. അല്ലെങ്കിൽ ചെറിയൊരു സ്മോൾ വർക്ക് ഇസ് ഈക്വൽ ടു എന്താണ്?
എഫ് ഡോട്ട് ഡി എക്സ് ആണ്. സോ ഇവിടെ എന്താണ് എഫ് ഡോട്ട് ഡി എക്സ് ആണെന്ന് വിചാരിക്കുക അല്ലെ. ചെറിയൊരു ഡിസ്റ്റൻസ് എത്രയാ ഡി എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഈ ഡോട്ട് എന്ന് പറഞ്ഞ മീനിങ് എന്താ അവിടെ എഫ് ഡി എക്സ് കോസ് തീറ്റ എന്നാണ് അല്ലെ. വാട്ട് ഈസ് തീറ്റ? തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എന്താണ് എഫ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റും അതുപോലെ തന്നെ ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത് തീറ്റ എന്ന് പറയുന്നത്. ഈ കേസിലെ തീറ്റ എത്രയായിരിക്കും? തീറ്റ എന്ന് പറയുന്നത് 0 ആയി. കാരണം എന്താ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാണ്, ഫോഴ്സും ഇങ്ങോട്ടാണ്. സോ തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഇക്വേഷൻ എന്താ വരിക? എഫ് ഡി എക്സ് വരും. ക്ലിയർ ആണല്ലോ. അപ്പൊ എന്താണ് ഇവിടുത്തെ ഫോഴ്സ് എന്താണ്? വാട്ട് ഈസ് എഫ്? എഫ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദിസ് മാസ് ആൻഡ് ദിസ് യൂണിറ്റ് മാസ് എന്താ വരിക? ജി എം എം 0 ഡിവൈഡഡ് ബൈ എന്ത് വരും? ക്യാപിറ്റൽ എക്സ് സ്ക്വയർ, സോറി സ്മോൾ എക്സ് സ്ക്വയർ. കാരണം എന്താ എക്സ് ആണ് നമ്മുടെ ഡിസ്റ്റൻസിലെ എക്സ് സ്ക്വയർ വരും ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഡി ഡബ്ല്യു? ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ദാറ്റ് ഈസ് എഫ് ഇൻറ്റു എഫ് എന്ന് പറഞ്ഞാൽ എത്രയാ? ജി എം എം 0 ഡിവൈഡഡ് ബൈ എന്ത് വരും? എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ആണല്ലോ. സോ ഈ ഡി ഡബ്ല്യു ബൈ നമുക്ക് എന്ത് ചെയ്യണം? M0 ചെയ്യണം അല്ലെ. M0 ചെയ്യുമ്പോൾ ഇതും M0 എന്തായി പോയി? കട്ട് ചെയ്ത് പോയി. ബാക്കി എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? വി ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇന്റഗ്രൽ ഡി ഡബ്ല്യു വരും. ഇന്റഗ്രൽ ഡി ഡബ്ല്യു വരും. അപ്പൊ ഇന്റഗ്രൽ എന്ത് വരും? ഇന്റഗ്രൽ ജി എം ഡിവൈഡഡ് ബൈ എന്തുണ്ട്? ഒരു എക്സ് സ്ക്വയർ ഉണ്ട് അല്ലെ. ജി എം ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഉണ്ട് ഇൻറ്റു ഒരു ഡി എക്സും വരും. അപ്പൊ നിങ്ങൾ എവിടെ മുതൽ എവിടെ വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം? നമുക്ക് ഈ ഒരു മാസിനെ ഇൻഫിനിറ്റി എവിടെ വരെ കൊണ്ടുവെക്കേണ്ടത്? എവിടെ വരെയാണോ? അല്ല, ഇതിനെന്ത് ചെയ്യണം? ഇവിടം വരെ കൊണ്ടുവെക്കണം കേട്ടോ. അപ്പൊ എന്ത് വരും? ഇൻഫിനിറ്റി ടു R ആണ് അല്ലെ. അത് 6 വരെയുള്ള ഡിസ്റ്റൻസിലാണ് എന്ത് ചെയ്യുന്നത്? ആ മാസിനെ കൊണ്ടുവെക്കേണ്ടത്. അപ്പൊ നോക്കിയോ, ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇതിൽ കോൺസ്റ്റൻസ് ഉണ്ടോ? ജിയും എമ്മും കോൺസ്റ്റൻസ് ആണ്. ബാക്കി എന്തുണ്ട്? R ഉണ്ട്. ബാക്കി എന്തുണ്ട്? ഒരു ഇന്റഗ്രൽ സൈൻ ആണ്. എന്ത് വരും? ഇന്റഗ്രൽ 1/x² dx വരും. ഇൻഫിനിറ്റി ടു R ആണ്. ഇതെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? 1/x² ഇന്റഗ്രൽ എന്താണ്? നിങ്ങൾക്കറിയാം ഇന്റഗ്രൽ x⁻n dx എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ? x⁻n+1 ഡിവൈഡഡ് ബൈ n+1 ആണോ? അല്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇന്റഗ്രൽ x⁻n dx എന്ന് പറയുന്നത് എന്ത് വരും? x⁻n+1 ഡിവൈഡഡ് ബൈ 1 - n ആണ്. അതുപോലെ എനിക്ക് ഇത് എഴുതി കൂടെ? ഇതെന്ന് പറഞ്ഞ x⁻2 അല്ലേ. അപ്പൊ എന്താ വരിക? ഇന്റഗ്രൽ മീൻസ് വാല്യൂ എന്താ വരിക? x⁻2 - 1 എന്താ വരിക? -1 ഡിവൈഡഡ് ബൈ -2 + 1 എന്താ വരിക? -1 വരും. അപ്പൊ വാല്യൂ എന്താ വരിക? ഇന്റഗ്രൽ എവിടെ വിട്ട് എവിടെ വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം? ഇൻഫിനിറ്റി ടു R വരെ അല്ലെ. അപ്പൊ എന്താ വരിക? ഈ മൈനസ് ഞാൻ പുറത്തേക്ക് എടുത്തു. -gm ഇൻറ്റു ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ദെൻ മൈനസ് ലോവർ ലിമിറ്റ് ആണ് അല്ലെ. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം? 1/R മൈനസ് പിന്നെ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1/∞ വരും ആണല്ലോ. സോ ഇത് ചെയ്ത ആൻസർ കിട്ടുക v is equal to -gm ഡിവൈഡഡ് ബൈ R ആയിരിക്കും അല്ലെ. കാരണം എന്താ? ഈ ടേം 0 ആയി പോകും. കാരണം 1/∞ എന്ന് പറയുന്നത് എത്രയാ? 0 ആണ്. സോ അപ്പൊ എന്താ വാല്യൂ കിട്ടുക? v is equal to -gmm by R ആണ്. ക്ലിയർ ആണോ? സംശയം ഉണ്ടോ? വാട്ട് ഈസ് ദിസ് R? R is the distance between the body and the point ആണ് അല്ലെ. വാട്ട് ഈസ് ക്യാപിറ്റൽ M? M is the mass of the body ആണ്. ക്ലിയർ ആണല്ലോ. വാട്ട് ഈസ് ക്യാപിറ്റൽ G? ക്യാപിറ്റൽ G is the gravitational constant ആണ്. അപ്പൊ ഇത് എങ്ങനെ കിട്ടിയെന്നുള്ളത് ക്ലിയർ ആണല്ലോ. എന്തുകൊണ്ടാണ് ഈ മൈനസ് വരാൻ കാരണം? ബിക്കോസ് ദ ഫോഴ്സ് ഈസ് an attractive ഫോഴ്സ് ആണ്. ഫോഴ്സ് എന്താണ്? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഫോഴ്സ് റിപ്പൾസീവ് ഫോഴ്സ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ ഓൾറെഡി ഒരു മൈനസ് വരും. സോ ആ മൈനസും ഇവിടെ ഉണ്ടാവുന്ന മൈനസ് എന്താണ്? ക്യാൻസൽ ആയി പോവുകയാണ് ചെയ്യുക. ക്ലിയർ ആണോ? അത് നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് ഒക്കെ പഠിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പൊ ഇത്രയും എന്തുള്ളൂ? ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് മീൻസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഡെറിവേഷൻ ഉള്ളൂ അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇന്റൻസിറ്റി പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമുക്കൊരു പോയിന്റ് തരികയാണ് അല്ലെ. അതിന് ചുറ്റും ഒരുപാട് മാസുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഈ മാസുകൾ കാരണം ഉണ്ടാകുന്ന ടോട്ടൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ്. അതാണ് നമുക്ക് അടുത്ത കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കോ എന്താ വരിക? എന്താണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ due to അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എന്താണ്? അതർ ചാർജസ്, അതർ മാസസ്
അല്ലെ? എന്താ വരിക? ഈ പോയിന്റ് അതാണ് പോയിന്റ് പി എന്ന് വിചാരിച്ചു. ഇതിന് ചുറ്റും ഒരുപാട് മാസുകളുണ്ട്. M1 ഉണ്ട്, M2 ഉണ്ട്, M3 ഉണ്ട്, M4 ഉണ്ട്. ഇപ്പൊ n നമ്പർ ഓഫ് മാസിന്റെ കാര്യം. ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? R1 ആണ്, R2 ആണ്, എത്ര വരും? R3 ആണ്, എന്താ വരിക? R4 ആണ് അല്ലെ? അങ്ങനെയാണ് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ അറ്റ് പി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ദാറ്റ് ഈസ് ഇത് കാരണം ഇവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ, ഇത് കാരണം ഇവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ, ഇത് കാരണം ഇവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ, ദെൻ ഇത് കാരണം ഇവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എന്ത് വരും? V1 പ്ലസ് V2 പ്ലസ് V3 പ്ലസ് V4 വരും അല്ലെ? ചെയ്തെങ്കിൽ എന്താ വരിക? മൈനസ് GM ഡിവൈഡഡ് ബൈ GM1 ഡിവൈഡഡ് ബൈ എന്ത് വരും? R1 ആണ്. മൈനസ് GM2 ഡിവൈഡഡ് ബൈ R2 വരും. മൈനസ് GM3 ഡിവൈഡഡ് ബൈ R3 വരും അല്ലെ? മൈനസ് GM4 ഡിവൈഡഡ് ബൈ R4 വരും. ഇപ്പൊ n നമ്പർ ഉണ്ടെങ്കിൽ n നമ്പർ വരെ അങ്ങനെ പോകും ആണല്ലോ. അപ്പൊ ആലോചിച്ചോളൂ എന്താണ് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് അല്ലെ? അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ വാല്യൂ ആണത്. ഇവിടെ നിങ്ങൾ എന്താ ആവശ്യമില്ല? ഡയറക്ഷൻ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഡയറക്ഷൻ ഇല്ല കേട്ടോ, ഡയറക്ഷൻ ഇല്ലേ? ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് എന്താ വരിക? ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്താ? V is equal to W by M അല്ലേ? അപ്പൊ എന്താ വരിക? W ന്റെ എന്ന് പറഞ്ഞാൽ ജൂൾ ആണ്, ജൂൾ പെർ കിലോഗ്രാം ആണ് കേട്ടോ. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ യൂണിറ്റ് എന്താണ്? ജൂൾ പെർ കിലോഗ്രാം ആണ്. അത് പഠിച്ചു വെക്കുക, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യങ്ങൾ ചോദിക്കാറില്ലാത്തുണ്ട് അല്ലെ? സോ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആണ്. വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫിനിറ്റി എന്നൊരു യൂണിറ്റ് മാസിനെ എവിടെ കൊണ്ടുവെക്കണം? ഒരു പോയിന്റ് കൊണ്ടുവെക്കണം അല്ലെ? അതിന് എടുക്കുന്ന ടോട്ടൽ വർക്കിനാണ് എന്ത് വിളിക്കുക? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുക. സോ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ഡെഫിനിഷൻ ആണ്. എന്താണ്? അവിടെ യൂണിറ്റ് മാസിന് പകരം വേറെ ഏതോ ഒരു മാസ് അല്ലെങ്കിൽ വേറെ ഏതോ ഒരു ബോഡി, ആ ബോഡിന്റെ മാസ് എന്തായിരിക്കാം? യൂണിറ്റ് മാസിനെക്കാട്ടും വലുതായിരിക്കും, അല്ലെങ്കിൽ 1-നെക്കാട്ടും കൂടുതലായിരിക്കും അല്ലെ? അങ്ങനത്തെ ഒരു ബോഡി ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് കൊണ്ടുവെക്കാൻ എടുക്കുന്ന എന്താണ്? ടോട്ടൽ മീൻസ് ടോട്ടൽ പൊട്ടൻഷ്യൽ ഗ്രാവിറ്റേഷണൽ വർക്ക് ഡൺ നമ്മൾ എന്ത് വിളിക്കുക? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുക. നോക്കിക്കോ, അടുത്തത് എന്താണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആണ് അല്ലെ? എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? അറ്റ് എനി പോയിന്റ് ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ ഗിവൺ മാസ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? V is equal to എന്താണ്? W ഡിവൈഡഡ് ബൈ M ആണ് അല്ലെ? സോ അങ്ങനെയാണെങ്കിൽ W ഈക്വൽ ടു എന്താണ്? ടോട്ടൽ വർക്ക് ഡൺ ആണ്. എന്താ വരിക? V ഇൻറ്റു M ആണ് വരിക. ഇവിടെ M0 മീൻസ് M ആണ് ആണല്ലോ. സോ അങ്ങനെയാണ് ഈ പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താണ്? GM ഡിവൈഡഡ് ബൈ R² ആണ് ഇൻറ്റു എന്തുണ്ട്? M ഉണ്ട്. ഇതല്ലേ വർക്ക് ഡൺ ടു ബ്രിങ് എ മാസ് എന്ന് പറയുന്ന ഇക്വേഷൻ. ഇത് എന്തിന് ഈക്വൽ ആണ്? ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആണ്. സോ U ഈക്വൽ ടു ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, എന്ത് വരും? മൈനസ് GMM ഡിവൈഡഡ് ബൈ R² ആയിരിക്കും. ഇതാണ് എന്ത്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. ക്ലിയർ ആണോ? സംശയം ഉണ്ടോ? ഓക്കെ. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. എന്താണ്? ഇഫ് എ ബോഡി ഓഫ് മാസ് ഈസ് മൂവ്ഡ് ഫ്രം എ പോയിന്റ് ഡിസ്റ്റൻസ് R1 ടു എ പോയിന്റ് ഡിസ്റ്റൻസ് R2 അല്ലെ? എന്ത് ചെയ്യുന്നുണ്ട്? R1 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? R2 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് ഒരു ബോഡി നമ്മൾ മൂവ് ചെയ്യിക്കുകയാണ്. സോ മൂവ് ചെയ്യിക്കാൻ ഓട്ടോമാറ്റിക്കലി എന്ത് കൊടുക്കേണ്ടി വരും? വർക്ക് കൊടുക്കേണ്ടി വരും ആണല്ലോ. മൂവ് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യേണ്ടി വരും. ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണ് എന്താ അവർ ചോദിച്ചത്? ദ ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി അല്ലെ? ഈ ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്തിന് ഈക്വൽ ആയിരിക്കും? ആ വർക്ക് ഡൺ ഈക്വൽ അല്ലേ? ആണല്ലോ. സോ അങ്ങനെയാണ് ഈ ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? വർക്ക് ഡൺ കണ്ടുപിടിച്ചാൽ പോരെ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഡെൽറ്റ U ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് R1 നിന്ന് R2ലേക്കാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ അതിനെ മൂവ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് R2, ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? R1 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഡെൽറ്റ U എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? U2 മൈനസ് U1 ചെയ്താൽ പോരെ? വാട്ട് ഈസ് U1? U2 is the പൊട്ടൻഷ്യൽ എനർജി അറ്റ് R2 ആണ്. Then U1 is the potential energy at R1 ആണ്. ക്ലിയർ ആണല്ലോ? അതിനാണ് ഇത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് R2 എന്താ വരിക? മൈനസ് G ഏതൊക്കെയാണ് മാസ്? ഞാൻ 2 മാസ് എടുത്തു. ദാറ്റ് ഈസ് M1 M2 എടുത്തു വിചാരിച്ചോ. M1 M2 എടുത്തു ഡിവൈഡഡ് ബൈ എന്തുണ്ട്? R2 ഉണ്ട്. ക്ലിയർ ആണോ? മൈനസ് എന്ത് വരും? മൈനസ് GM1 M2 ഡിവൈഡഡ് ബൈ എന്താണ്? R1 ആണ്. സോറി, R2 ഇങ്ങനെയല്ല, ആ സ്ക്വയർ അല്ല, എന്താണ്? R2 ആണ് കേട്ടോ. ഇതെന്ത് വരും? R1 വരും അല്ലെ? അങ്ങനെയാണെങ്കിൽ എന്താ ഇക്വേഷൻ വരിക? ഇത് മൈനസ് മൈനസും കൂടി പ്ലസ് ആവും അല്ലെ? അപ്പൊ ഈ ടേം ഫസ്റ്റിലേക്ക് വരും. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എനിക്ക് എന്തൊക്കെ കോമൺ എടുക്കാം? ഈ GM1 M2 കോമൺ എടുത്തൂടെ? ബാക്കി എന്തുണ്ടാവും?
ഒരു 1/r1 മൈനസ് 1/r2 ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഇതാണ് എന്ത് ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അതായത് നമ്മൾ ഒരു പോയിന്റ് ദാറ്റ് ഈസ് ഇതാണ് നമ്മളുടെ ബോഡി അല്ലെ. ഈ ബോഡി എന്താണ് m1 ആണെന്ന് വിചാരിച്ചോ. ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ് m2 എന്ന് പറയുന്ന മാസിനെ നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടെ ഈ m2 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലേക്ക്, അതായത് ഇത് r1 ആണ്, ഈ ഡിസ്റ്റൻസ് എത്രയാണ് r2 ആണ് അല്ലെ. r1 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് r2 എന്ന് പറയുന്ന പോയിന്റിലേക്ക് m2 എന്ന് പറയുന്ന മാസിനെ എന്ത് ചെയ്യുക നമ്മൾ മൂവ് ചെയ്യിക്കുക ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിച്ചത്. ക്ലിയർ ആണല്ലോ? ദെൻ അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കോ. എക്സാമ്പിൾ അല്ല നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ് വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി അല്ലെ. അതായത് ഗ്രാവിറ്റി നമുക്കറിയാം ദിസ് ഈസ് എർത്ത് ആണെന്ന് വിചാരിക്കാം. എർത്തിന്റെ മീൻസ് എർത്തിന്റെ മാസ് എത്രയാണ് ക്യാപിറ്റൽ M ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്, അതായത് എർത്തിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ എന്തുണ്ട് m എന്ന് മാസമുള്ള ഒരു ബോഡി ഉണ്ട് അല്ലെ. സോ ഈ ഹൈറ്റ് എത്രയാണ് h ഹൈറ്റിലാണുള്ളത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റിന്റെ എന്ത് കണ്ടുപിടിക്കണം പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം ഈ ഒരു ഒബ്ജക്റ്റിനെ ഈ സർഫസിന് ഈ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം ഉയർത്താൻ എടുക്കുന്ന വർക്ക് ഡൺ കണ്ടുപിടിക്കേണ്ടത്. ആ വർക്ക് എന്തിന് ഈക്വൽ ആയിരിക്കും ഇതിന്റെ പൊട്ടൻഷ്യൽ, നിലവിലെ പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആയിരിക്കൂലേ. അപ്പൊ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ മൈനസ് എന്ത് ചെയ്താൽ മതി ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ ചെയ്താൽ പോരെ. അപ്പൊ എന്ത് കിട്ടും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ മീൻസ് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് കിട്ടൂലേ. അത് എന്തിന് ഈക്വൽ ആയിരിക്കും വർക്ക് ഡണ്ണിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ എന്താ വരിക ഡെൽറ്റ യു ഈക്വൽ ടു u2 മൈനസ് u1 ആണല്ലോ. വാട്ട് ഈസ് u2? ദ പൊട്ടൻഷ്യൽ എനർജി ദിസ് പോയിന്റ് ആണ്. എന്താ വരിക മൈനസ് gm ഡിവൈഡഡ് ബൈ എന്ത് വരും അവിടേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാ എന്ത് വരും r പ്ലസ് h ആണ്. വാട്ട് ഈസ് r? r ഈസ് ദ റേഡിയസ് ഓഫ് എർത്ത് ആണ്. h എന്ന് പറഞ്ഞാൽ എന്താ ഈ ഹൈറ്റ് ആണ്. മൈനസ് എന്ത് വരും gmm ഡിവൈഡഡ് ബൈ r ആണ്, സർഫസ് ആണ്. ഈ രണ്ട് പോയിന്റിൽ എന്ത് കണ്ടുപിടിച്ചു നമ്മൾ പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചു. എന്താ വരിക gmm കോമൺ അല്ലേ. ബാക്കി എന്തുണ്ട് 1/r മൈനസ് 1/r പ്ലസ് h. ക്ലിയർ ആണോ? ഇത് സോൾവ് ചെയ്ത് എന്താ വരിക gmm ഇൻറ്റു എന്ത് വരും ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ദാറ്റ് ഈസ് r പ്ലസ് h മൈനസ് r ഡിവൈഡഡ് ബൈ r ഇൻറ്റു r പ്ലസ് h വരും. ക്ലിയർ ആണോ അല്ലെ? സോ ഇവിടെ r കട്ട് ചെയ്ത് പോയി. ദെൻ ബാക്കി എന്തുണ്ട് ഒരു gmm ഡിവൈഡഡ് ബൈ r ഇൻറ്റു r സ്ക്വയർ ആണ് പ്ലസ് ഒരു RH ഉണ്ട്. ക്ലിയർ ആണോ? സോ ഇതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യാണ് ഞാൻ r കോമൺ എടുത്തു, r സ്ക്വയർ കോമൺ എടുത്തു. ബാക്കി എന്താ വരിക gmm ഡിവൈഡഡ് ബൈ r സ്ക്വയർ ഞാൻ കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് r സ്ക്വയർ എടുത്താൽ 1 വരും പ്ലസ് ഇതിനകത്ത് r സ്ക്വയർ കോമൺ എടുത്താലോ h/r വരും. ക്ലിയർ അല്ലേ? സോ വാട്ട് ഈസ് gmm ബൈ r സ്ക്വയർ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് gmm ബൈ r സ്ക്വയർ? ഇറ്റ് ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, റൈറ്റ്? സോ അപ്പൊ എന്താ വരിക അവിടെ ഒരു h ഉണ്ട് കേട്ടോ. എന്ത് വരും ഈ ടേം g ആണ്, m ഇൻറ്റു h ഡിവൈഡഡ് ബൈ 1 പ്ലസ് h/r. ഇതാണ് എന്ത് ആക്ടിങ് വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റി എന്ന് പറയുന്നത് അല്ലെ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇത് എന്തിന് ഈക്വൽ ആണ് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആണ്. കാരണം എന്താ ഇഫ് h ഈസ് വെരി മച്ച് ലെസ് ദാൻ r ആണെന്ന് വിചാരിക്കും. h ഈസ് വെരി മച്ച് ലെസ് ദാൻ r ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ടേം എന്തായി പോകും ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ mgh എന്ന് പറയുന്ന ടേം മാത്രമേ ഉള്ളൂ. ഞാൻ ഡെൽറ്റ യു ഈക്വൽ ടു mgh അല്ലേ. ഇത് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ ഈ ഇക്വേഷൻ? ഇത് നമ്മുടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ആണ് എന്ത് mgh എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ ഇറ്റ് ഈസ് എൻ അപ്രോക്സിമേഷൻ ആണ്. ഇതൊരു അപ്രോക്സിമേഷൻ ആണ്. എപ്പം h ഈസ് വെരി മച്ച് ലെസ് ദാൻ r എന്ന് പറയുന്ന ആ ഒരു അപ്രോക്സിമേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡെൽറ്റ യു ഈക്വൽ ടു mgh കിട്ടിയത്. അതായത് പൊട്ടൻഷ്യൽ എനർജി നമുക്ക് എന്ത് കിട്ടി mgh, അതായത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ക്ലിയർ ആണല്ലോ? സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് നമ്മളിപ്പം പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് എന്ത് എസ്കേപ്പ് വെലോസിറ്റി അല്ലെ. നമ്മൾ BE വെച്ചിട്ടാണ് എസ്കേപ്പ് വെലോസിറ്റി റെപ്രസെന്റ് ചെയ്യുക അല്ലെ. എസ്കേപ്പ് വെലോസിറ്റി ആ പേര് തന്നെ ഉണ്ട്. വാട്ട് ഈസ് എസ്കേപ്പ് വെലോസിറ്റി? എന്താണ് എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന് ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന മിനിമം വെലോസിറ്റി ആണ്. നമ്മളൊരു ഒബ്ജക്റ്റ് കൊടുക്കുന്ന മിനിമം വെലോസിറ്റി. നിങ്ങൾക്കറിയാം നമുക്ക് ഒരുപാട് സ്പേസ് മിഷൻസ് ഉണ്ട് അല്ലെ. ആ മിഷനിലൊക്കെ എന്താണ് റോക്കറ്റിനൊക്കെ മീൻസ് നമ്മുടെ സാറ്റലൈറ്റിന് എന്ത് ചെയ്യണം ആ ഒരു ഓർബിറ്റിൽ കൊണ്ടുപോയിടണം, മീൻസ് പ്ലേസ് ചെയ്യണം. സോ
സോ പ്ലേസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ആ റോക്കറ്റ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ പുൾ ഓവർകം ചെയ്യണ്ടേ. സോ ഗ്രാവിറ്റേഷണൽ പുൾ ഓവർകം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അതിനെല്ലാം ഒരു മിനിമം വെലോസിറ്റി വേണം. സോ ആ മിനിമം വെലോസിറ്റി വിളിക്കുന്ന പേരാണെന്ത്, എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് അല്ലെ. എന്താണ് ഡെഫിനിഷൻ നോക്കിയോ, ഇത് മിനിമം വെലോസിറ്റി വിത്ത് വിച്ച് എ ബോഡി can be projected up to as to enable it to just overcome the gravitational field അല്ലെ. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന മിനിമം വെലോസിറ്റി, അതിനാണ് എന്ത് വിളിക്കുക, എസ്കേപ്പ് വെലോസിറ്റി എന്ന് വിളിക്കുക അല്ലെ. ഇനി അടുത്ത എസ്കേപ്പ് വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഒരു ഒബ്ജക്റ്റ് എസ്കേപ്പ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ എനർജി എന്തായിരിക്കും, 0 ആയിരിക്കും. എന്താണ് ടോട്ടൽ എനർജി, 0 ആയിരിക്കും. അപ്പം ഇതാണ് എർത്ത് എന്ന് വരിക, ഇത് എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ആണല്ലോ. ഈ ഒബ്ജക്റ്റിന് എന്ത് ചെയ്യണം, എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഓവർകം ചെയ്യണം. അപ്പൊ ഞാനൊരു പർട്ടിക്കുലർ വെലോസിറ്റി കൊടുത്തപ്പോൾ ഇത് ഇവിടം വരെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, വെലോസിറ്റി 0 ആയി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ഇത് എന്ത് ചെയ്യും, താഴോട്ട് വീഴും. ക്ലിയർ അല്ലേ, ഡ്യൂ ടു എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് കാരണം, മീൻസ് ഗ്രാവിറ്റേഷൻ അട്രാക്ഷൻ കാരണം, ഗ്രാവിറ്റി കാരണം അല്ലെ. ദെൻ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി കൊടുത്തപ്പോൾ ഇതിന് ഓവർകം ചെയ്യാൻ പറ്റിയ പിന്നെ എന്ത് ചെയ്യില്ല, അത് എർത്തിലേക്ക് വീഴൂല. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു എസ്കേപ്പ് വെലോസിറ്റി, ഈ മിനിമം എസ്കേപ്പ് വെലോസിറ്റി മീൻസ് മിനിമം വെലോസിറ്റി റിക്വയർഡ് ടു ഓവർകം ദ ഗ്രാവിറ്റേഷണൽ പുൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് എസ്കേപ്പ് ആവും എന്ന് പറഞ്ഞാൽ അതിന്റെ ടോട്ടൽ എനർജി എത്രയായിരിക്കും, 0 ആയിരിക്കും ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് എനർജി നമുക്കറിയാം ടോട്ടൽ എനർജി എസ്കേപ്പ് ആയി കഴിഞ്ഞാൽ ടോട്ടൽ എനർജി എത്രയാ, 0 ആണ്. പക്ഷെ എന്തുണ്ട്, ഇനീഷ്യലി അതിനൊരു എനർജി ഇല്ലേ, ഇനീഷ്യലി എന്തുണ്ടാവും, ഈ സർഫസിൽ അതിന് എന്തുണ്ടാവും, ഒരു എനർജി ഉണ്ടാവും. ആ എനർജി എന്തിനൊക്കെ ഈക്വൽ ആയിരിക്കും, പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിന്റെ എന്തായിരിക്കും, സമ്മിന് ഈക്വൽ ആയിരിക്കും അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി എന്താ വരിക, -GMM ഡിവൈഡഡ് ബൈ R ആണ് എന്ത്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ, പ്ലസ് അവിടുത്തെ സ്മോൾ ആർ അല്ല, എന്ത് ആറാണ്, ക്യാപിറ്റൽ ആർ ആണ് കേട്ടോ, ക്യാപിറ്റൽ ആർ ആണ്. പ്ലസ് അവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്ത് വരും, ½ mVe² ആണ്. വാട്ട് ഈസ് VE? എസ്കേപ്പ് വെലോസിറ്റി. പക്ഷെ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം, 0 കിട്ടണം. കാരണം എന്താ, ഒരു ഒബ്ജക്റ്റ് എസ്കേപ്പ് ആവും എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലെ. ഇതിന്റെ അകത്ത് എനിക്ക് എന്ത് പറയാം, ½ mVe² ഈസ് ഈക്വൽ ടു GMM ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ ആണല്ലോ. സോ ഇതിനകത്ത് എന്തൊക്കെ കട്ട് ചെയ്തു പോകും, എം കട്ട് ചെയ്തു പോയി. ദെൻ വാട്ട് എന്തുണ്ട്, പിന്നെന്തുണ്ട്, V² ഈക്വൽ ടു 2GM ഡിവൈഡഡ് ബൈ R ആണ്. ഇതിനകത്ത് വാട്ട് ഈസ് VE? V is equal to √2GM ഡിവൈഡഡ് ബൈ R ആയിരിക്കും. ക്ലിയർ അല്ലേ, ആണോ? സോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് GMM/R² ഈക്വൽ ടു എന്താണ്, ക്യാപിറ്റൽ G ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് GM എന്ന് പറയുന്നത്, R² ഇൻറ്റു G അല്ലേ. അപ്പൊ എനിക്കിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തൂടെ, എന്ത് വരും അപ്പം, V is equal to എന്താ വരിക, √GM എന്ന് പറയുന്നത് എന്താ, GR² ആണ് ഡിവൈഡഡ് ബൈ എന്തിന്റെ ഒരു R ഉണ്ട്. സോ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും, V is equal to √2GR ആണ്. ക്ലിയർ ആണോ? ഇതാണ് എന്ത്, എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്ത് എന്ന് പറയുന്നത് ആണല്ലോ. അപ്പൊ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്തിന് ഒരു വാല്യൂ ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഒരു ആൻസർ കിട്ടും. ആൻസർ എത്ര കിട്ടുക, 11.2 km/s ആണ്. അതായത് നമ്മൾ ഇവിടുന്ന് ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ ആ റോക്കറ്റിന്റെ വെലോസിറ്റി സെക്കൻഡിൽ എത്രയായിരിക്കണം, 11.2 km/h. അതായത് ഒരു സെക്കൻഡിൽ 11.2 km അത് സഞ്ചരിക്കണം. എങ്കിൽ മാത്രമേ അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് ഓവർകം ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം തിരിച്ച് അതേ സ്ഥലത്തേക്ക് എന്ത് ചെയ്യും, തിരിച്ചു വീഴും അല്ലെ. നമ്മള് ഇവിടെ നമ്മളുടെ റോക്കറ്റ്സ് ഒക്കെ വിക്ഷേപണം ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയോ നിങ്ങൾക്ക്, എവിടെയാണ്? കൂടുതലായിട്ട് നമ്മൾ ശ്രീഹരിക്കോട്ടയെന്നാണ് അല്ലെ. അതായത് ശ്രീഹരിക്കോട്ടയെന്നാണ് എന്ത് ചെയ്തത് നമ്മൾ വിക്ഷേപിക്കാറ്. അപ്പൊ നിങ്ങൾ ഈ അടുത്ത് കണ്ടിട്ടുണ്ടാവും, ചന്ദ്രയാൻ മിഷൻ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. മീൻസ് ആദ്യത്തെ മിഷനും അതുപോലെ തന്നെ ചന്ദ്രയാൻ മിഷനും എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്. സോ എസ്കേപ്പ് വെലോസിറ്റി പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഇതിന്റെ ഇക്വേഷൻ എന്താണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട്, അതായത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഓക്കെ, നമ്മൾ കുറെ കാര്യങ്ങൾ ഇന്ന് എന്താണ് ഗ്രാവിറ്റേഷൻ തേർഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തു. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് 2 പാർട്ട് കാണാത്തവർ എന്ത് ചെയ്യണം, ആ 2 പാർട്ട് കണ്ടിട്ട് വേണം തേർഡ് പാർട്ട് കാണാൻ. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. എന്ത് ചെയ്യണം, ഒരു ഭാഗം പോലും മിസ്സാക്കാതെ ഡെറിവേഷൻ ഒക്കെ വളരെ വൃത്തിയിൽ കണ്ട് പഠിച്ച് ചെയ്ത് പഠിക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് അപ്പിയർ ചെയ്യുക. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് ടൈം ഇതിന്റെ ലാസ്റ്റ് പാർട്ടായിട്ട് വീണ്ടും കാണാം.
താങ്ക് യു.